ആഭ്യന്തര ഉപഭോഗത്തിന് ആവശ്യമുള്ളതിൽ കൂടുതൽ ഉൽപ്പാദനം സംഭവിക്കുമ്പോൾ പല ഉൽപ്പന്നങ്ങളും പാഴാക്കി കളയേണ്ട ഒരു അവസ്ഥ ഒരു പ്രത്യേക സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് മുതലാളിത്ത വ്യവസ്ഥിതിയിൽ. ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഗോതമ്പ് കടലിൽ കൊണ്ട് കളയുന്നു. ആ ഗോതമ്പാണ് ഇന്ത്യക്ക് പണ്ട് PL 480 എന്നുള്ള വായ്പ പ്രകാരം ഇന്ത്യക്കും അതുപോലുള്ള വികസ്വര രാജ്യങ്ങൾക്കും തന്നുകൊണ്ടിരുന്നത്. അമേരിക്കയെ സംബന്ധിച്ചോളം ഈ ഗോതമ്പ് പാഴാക്കുക എന്നുള്ളത് അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായി വരുന്നു. അതിൽ ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. നമുക്ക് അത്തരം ചില സംഗതികൾ സംഭവിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അതൊക്കെ അനിവാര്യമായ അനീതികളാണ്. അനീതിയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ആവശ്യമില്ല. അവർക്കത് മറ്റ് ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അതിനേക്കാൾ വലിയ സാമ്പത്തിക ഭാരം അവരുടെ ട്രഷറിയുടെ മേൽ വരും. അവിടുത്തെ ധനകോശത്തിൻ്റെ മേൽ വലിയ സാമ്പത്തിക ഭാരം വരും. ആ സാമ്പത്തിക ഭാരം ഒഴിവാക്കാൻ ഭാരതവും ചെയ്തിരുന്നല്ലോ, ഇപ്പോഴും ചെയ്യുന്നു. നല്ല കാലാവസ്ഥയല്ലേ നമുക്ക്. അതുകൊണ്ട് കണ്ടമാനം ധാന്യങ്ങൾ ഉണ്ടാവുകയാണ്. ഭാരതവും നശിപ്പിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ആളുകളുടെ വനവാസി മേഖലകളിലൊക്കെ ആളുകൾ പട്ടിണി കിടക്കുമ്പോഴാണ് ഇവിടെ ഗോതമ്പും ചോളവും ഒക്കെ നശിപ്പിച്ച് കളയുന്നത്. അത് ഏത് രാഷ്ട്രത്തിലും ഒരു പരിധിവരെ വേണ്ടി വരും. ഇപ്പോൾ നീതി നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായി നീതി നടപ്പാക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി അസാധ്യമായി വരുന്ന സന്ദർഭങ്ങളുണ്ടാകും. ഇതൊക്കെ നമുക്ക് സഹിക്കുകയല്ലാതെ അതിനൊന്നും പെട്ടെന്നുള്ള പരിഹാരങ്ങളില്ല.